പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത്. രാഷ്ട്രീയപരമായി ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇത്ര നാളുമെല്ലാം നേരെ ചൊവ്വേ എല്ലാം ചെയ്തിട്ടും എനിക്കൊരു 10 പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യുന്നത് കരുതിക്കുട്ടിയിലെല്ലാം അങ്ങ് വന്ന് ചേരുന്നതാണ്. ഞാൻ സാധാരണ TV ഒന്നും അങ്ങനെ വെക്കാറില്ല പകൽ. ഇപ്പോൾ നമുക്ക് കുറച്ചായിട്ട് നമ്മളുടെ ആളില്ലെങ്കിലും ഇപ്പോൾ കേരളം മുഖ്യമന്ത്രി ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷ ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് TV സാധാരണ വെക്കല്ല, ഒരു 11 കാലം അങ്ങനെ വെച്ചു. TV വെച്ചപ്പോൾ കാണുന്നത് കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ഒന്നും തീരുമാനമായില്ല എന്ന് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ജോസഫ് വിജയ് എന്ന വിജയുടെ സത്യപ്രതിജ്ഞയും അതിനോടനുബന്ധിച്ച് ഏകദേശം TV യിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് പകർത്തിക്കളയും. കാരണം ഇതൊരു ചരിത്രമാണ്. കാരണം എനിക്കിപ്പോൾ 75 വയസ്സായി. ഇനി ഇങ്ങനെ ഒരു ചരിത്രം പകർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഈ ചരിത്ര മുഹൂർത്തങ്ങൾ അതെന്തായാലും ഒന്ന് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് എൻ്റെ ഫോണിൽ വേറെ ഫോണിൽ കിടക്കുമായിരിക്കും. അപ്പോൾ ആ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോയുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഞാൻ എൻ്റെ TV തുറന്നാൽ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ചാനൽ, എന്താണെന്നറിയില്ല, കേബിളല്ലേ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ചാനലിൻ്റെ പിന്നെ എനിക്ക് ഫ്ലവേഴ്സ് TV ആണ് കാണുന്നത്. അതൊക്കെ കണ്ടെങ്കിൽ അത് മാറ്റണം, റിമോട്ട് ഉപയോഗിച്ച് മാറ്റണം. അപ്പോൾ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുക. അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു പുതിയൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. അതിൻ്റെ അന്യായങ്ങളൊന്നും എനിക്കറിയില്ല, അസത്യങ്ങളും അറിയില്ല. ഏതായാലും വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയിരിക്കുന്നു കുറേ വാഗ്ദാനങ്ങളുമായി. അതിൽ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ പറയുന്നത് പോലെ തന്നെ DMK മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതായത് ഒരു 6 മാസം വരെ ഞങ്ങളൊന്നും അനങ്ങില്ല എന്നാണ്. വിജയ് ചെയ്യാനുള്ളതെല്ലാം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെല്ലാമാണ് കുറേ വാഗ്ദാനങ്ങളുണ്ട്, ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ശശിധരൻസ് വ്ലോഗിൻ്റെ ഈ ചെറിയ വീഡിയോയും അതിനോട് അനുബന്ധിച്ചുള്ള ക്ലിപ്പിങ്ങും ഇവിടെ സമർപ്പിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കടപ്പാട് റിപ്പോർട്ടർ ചാനലിനാണ് എന്ന് മാത്രം. നമ്മൾ ഈ നിമിഷം ഞാനിപ്പോൾ TVൻ്റെ മുന്നിലല്ല, നമ്മുടെ മുഖ്യമന്ത്രി ആയോ എന്ന് പറയില്ല. ഇപ്പോൾ സമയം ഏകദേശം 1 എൻ്റെ ക്ലോക്കിൽ 1:15 ആയിട്ടുണ്ട്. 1:15. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടാവില്ല. വെറുതെ ഒന്ന് നോക്കിയെന്ന് മാത്രം. തമിഴ്നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ പുതിയ ഭരണ സംവിധാനം വേണ്ട കാര്യം ചെയ്തുമോ എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ ചാനൽ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ശശിധരൻസ് വ്ലോഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. എവർക്കും എൻ്റെ ചാനലിൻ്റെ നന്ദി, നമസ്കാരം. എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. ഒപ്പം ആദ്യത്തെ ഉത്തരവാദിത്തങ്ങൾ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു വിജയ്. ഉറപ്പായും അങ്ങനെ തന്നെ ഒരു സിനിമയുടെ അവസാന രംഗങ്ങൾ പോലെ അത്രമേൽ ആവേശഭരിതമായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നതിൽ ഒരു കുറവും വരില്ല, ഒരു തെറ്റും വരില്ല. അവസാനത്തെ വിജയുടെ വാചകങ്ങൾ സംസ്ഥാനത്തെ, രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വിജയുടെ അവസാനത്തെ വാചകങ്ങൾ എങ്ങനെയായിരുന്നു? കോൺഫിഡന്റ് ആയിരിക്കെ വെട്രി നിശ്ചയം, വിജയം ഉറപ്പാണ് എന്ന് പറയുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ജോസഫ് വിജയ് മുതലമൈച്ചറായി, മുഖ്യമന്ത്രിയായി തമിഴകത്ത് അധികാരം തുടങ്ങുന്നു എന്നതാണ്. ചെറിയൊരു അധികാര കൈമാറ്റം മാത്രമല്ല ഇത് എന്ന് പറയേണ്ടി വരും. കൃത്യമായ ആസൂത്രണം, കൃത്യമായ പദ്ധതികൾ, ധവളപത്രം പുറത്തിറക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിൽ കൊണ്ടുവരേണ്ടത് എന്ന കൃത്യമായ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്, ഗൃഹപാഠം നടത്തി
നടത്തിയിട്ടുണ്ട് വിജയ് എന്ന് തോന്നും വിധത്തിലുള്ള അഭിസംബോധനയാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും കോൺഫിഡന്റ് ആയിരിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. DMK അതിരൂക്ഷമായുള്ള വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതുകൂടി വളരെ പ്രധാനമാണ്. 9 മന്ത്രിമാരാണ് വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞയിലേക്ക് പോയത്. N ആനന്ദ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. TVK ജനറൽ സെക്രട്ടറിയാണ്. N ആനന്ദ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാമതായി വന്നത് ആദവ് അർജുന, TVK ജനറൽ സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചുമതലകളുള്ള നേതാവ്. KG അരുൺരാജ് മുൻ IRS ഉദ്യോഗസ്ഥരാണ്. നാലാമതായി KA സെങ്കോട്ടയ്യൻ TVK ചീഫ് കോർഡിനേറ്റർ ആണ്. P വെങ്കിട്ടരമണൻ TVK ട്രഷറർ. നിർമ്മൽ കുമാർ TVK ജനറൽ സെക്രട്ടറി, മുൻപ് തമിഴ്നാടിന്റെ BJP IT ചീഫ് ആയിരുന്നു. രാജ്മോഹൻ ഈറോഡ് MLA. ഡോക്ടർ TK പ്രഭു TVK ജില്ലാ സെക്രട്ടറി. S കീർത്തന ശിവകാശി MLA. ഏറ്റവും യുവത്വമുള്ള ഏറ്റവും പരിചയസമ്പന്നരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ട സത്യപ്രതിജ്ഞ എന്നുള്ളത് കൂടി വിജയ്ക്കൊപ്പം മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്നു. 30 വയസ്സ് മാത്രം പ്രായമാണ് S കീർത്തന എന്ന ശിവകാശി MLAക്കുള്ളത്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങൾ കൂടി ഇക്കട്ടത്തിൽ പുറത്തു വരികയാണ്. വമ്പൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വിജയുടെ പക്കലുണ്ടായിരുന്നു. വലിയ ആവേശഭരിതമാക്കുന്ന ആൾക്കൂട്ടമുണ്ടായിരുന്നു. അതെല്ലാം വോട്ടായി മാറി 107 എന്ന സംഖ്യയിൽ നിന്ന് 118 എത്തിക്കാൻ ആവുന്നതും ശ്രമിച്ചു. 4 ദിവസം ഗവർണർ പല രൂപത്തിൽ തടസ്സങ്ങൾ പറഞ്ഞു. പക്ഷേ ഒടുവിലിത വിജയ് മുതലമയിച്ചരായി, മുഖ്യമന്ത്രിയായി തമിഴ്നാടിന്റെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അത് കോൺഫിഡന്റ് ആയിരിക്കും എന്ന് ജനങ്ങളോട് വിജയ് തന്നെ എന്നതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യത്തെ അഭിസംബോധന എനിക്ക് കുറച്ച് സമയം കൂടി നൽകണമെന്നത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നൽകിയ ഓരോ വാക്കും പാലിക്കും. സ്ത്രീ സുരക്ഷ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, മയക്കുമരുന്നിനെതിരായ സ്ക്വാഡ് രൂപീകരണം എന്ന കാര്യങ്ങളിലൊക്കെ ഇന്നു മുതൽ തന്നെ ഞാൻ നടപടി തുടങ്ങും എന്ന വാഗ്ദാനം കൂടി നൽകുന്നുണ്ട്. നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കൂ എന്നതുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട് വിജയ് അതേ വേദിയിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഞാൻ തെറ്റ് ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല, ചെയ്തവനെ വെറുതെ വിടില്ല. ഇത് കൃത്യമായ സന്ദേശമാണ്. ഒരുപക്ഷെ സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഡയലോഗുകളാണ്. ആണ്ടവന് മേൽ ആണയിട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ, ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള സത്യപ്രതിജ്ഞയാണ് ജോസഫ് വിജയ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമാ രംഗങ്ങളിൽ മാത്രം നമ്മൾ കണ്ടു പരിചയിച്ച രംഗങ്ങൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നു, റിയൽ പൊളിറ്റിക്സിൽ നമ്മൾ കാണുന്നു മധു എന്നതാണ്. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിക്കുന്നു. ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സ്ക്വാഡ് എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. എന്റെ വിജയം നിങ്ങളുടേതാണ്. നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു. വന്നത് നിങ്ങളിൽ ഒരാളായി. എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. 8 കോടി ജനങ്ങളും എന്റേതാണ്. തെറ്റ് ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല, ചെയ്തവനെ വെറുതെ വിടില്ല. വാഗ്ദാനങ്ങളെല്ലാം ഞാൻ നടപ്പാക്കും. താൻ വഞ്ചിക്കില്ല എന്ന് തമിഴ്നാടിനോട് പറഞ്ഞുകൊണ്ട് വിജയ് വെട്രി നിശ്ചയം, വിജയം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നും പേടിക്കേണ്ടതില്ല, കോൺഫിഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വിജയ് അധികാരത്തിലേക്ക് നടന്നു കയറുന്നു. മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിപ്പുറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയം അടുത്തൊന്നും കാണാത്ത വിധമുള്ള മുന്നേറ്റമാണ് TVKയുടെ ഭാഗത്തു നിന്നുണ്ടായത്. MGRനെ കഴിഞ്ഞാൽ വേറെ രാഷ്ട്രീയത്തിലേക്ക് വന്ന കമൽഹാസൻ അടക്കം, ഉലക നായകൻ കമൽഹാസൻ അടക്കമുള്ള ഒരു സിനിമാ താരത്തിനും ഈ വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ കമൽഹാസൻ മത്സരിച്ചപ്പോൾ ഒരു സീറ്റ് പോലും 234 സീറ്റുകളിൽ മക്കൾ നീതി മയ്യത്തിന് കിട്ടിയിരുന്നില്ല. അതുപോലെ സമാനമായി രജനീകാന്ത് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങളൊന്നും ഫലമുണ്ടായില്ലെങ്കിൽ ഇപ്പോഴിതാ ഇളയ ദളപതി വലിയ ദളപതി ആയി മാറുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ദളപതി വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു. ഒരിക്കലും നാടിനെ വഞ്ചിക്കില്ല, ജനങ്ങളുടെ പണം തൊടില്ല എന്നാണ് വിജയ് പറഞ്ഞു വെക്കുന്നത്. ആ കാര്യം തന്നെയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വികാരാധീനനായി വിജയുടെ മാതാപിതാക്കൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. N ആനന്ദ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുണ്ട്. AIDMKയിലും BJPയിലും പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരിടയ്ക്കിടെ സംഭാഷണം നടത്തുന്നുണ്ടായിരുന്നു, സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും വിജയും ചേർന്നൊരു രാഷ്ട്രീയമാണിനി തമിഴ്നാടിനെ നയിക്കുക എന്ന കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നു വിജയ് എന്നതാണ്. ഏതായാലും ഇപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ
സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. വിജയ് തമിഴ്നാടിനെ നയിക്കാൻ തയ്യാറായിരിക്കുന്നു. ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഇനിയും നടപ്പാക്കാനുണ്ട്. വലിയ വെല്ലുവിളി വിജയ്ക്ക് മുന്നിലുണ്ട്. കെട്ടുപ്രായമെത്തിയ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് 1 പവനും പട്ടുസാരിയും കൊടുക്കുമെന്ന വാഗ്ദാനമുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമോതിരം നൽകുമെന്ന വാഗ്ദാനമുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ. ബിരുദധാരികളായ ജോലിയില്ലാത്ത തൊഴിൽ രഹിതരായ ആളുകൾക്ക് വലിയ തോതിൽ സഹായം നൽകുമെന്ന പ്രഖ്യാപനമുണ്ട്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ സമ്പൂർണ്ണമായി പാലിക്കാൻ വിജയിക്കാകുമോ എന്ന ചോദ്യമുണ്ട്. അപ്പോഴും DMK-യുടെ നിലപാട് പ്രശംസനീയമാണ്. 6 മാസത്തേക്ക് ഞങ്ങളൊന്നും ചെയ്യില്ല, വിജയ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ എന്ന് DMK-യും നിലപാടെടുക്കുന്നു. ഏതായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വലിയ സങ്കീർണമായ സാഹചര്യങ്ങൾക്ക് പിന്നാലെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വിജയുടെ തന്നെ വാക്കുകളിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗ പിറവിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് വിജയ് അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. എല്ലാവരോടും ആത്മധൈര്യത്തോടു കൂടി ഇരിക്കാനും എല്ലാ കാര്യങ്ങളും നിറവേറ്റുമെന്നും അതിനുവേണ്ടിയുള്ള സാവകാശം നൽകണം എന്നതുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായ സാഹചര്യം ഒരുക്കും എന്നതും പറയുന്നു. ഈ പിന്തുണ നൽകിയ നമുക്കറിയാം, ഒരു കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി എത്രയോ തവണ ലോക്ക്ഡൌണിലേക്കുള്ള യാത്രകൾ നടത്തിയിരിക്കുന്നു വിജയ്. അപ്പോഴൊക്കെ രാജേന്ദ്ര അർലേക്കറുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. അതേ രാജേന്ദ്ര അർലേക്കറിന്റെ മുന്നിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറം തെളിയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൂടെ നിന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് ഏറ്റവും ചെറിയ ആരാധകരെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ ചടങ്ങ് പൂർത്തീകരിക്കുന്നത്. ഇടവേളയെടുക്കാം, തിരിച്ചു വരാം.